Good morning, students. Today we are discussing the financial statements of Goodluck Limited. Read the question carefully and try to answer. Firstly, we have to prepare the profit and loss statement of Goodluck Limited for the year ending 31st December 2019. Financial year end ചെയ്യുന്നത് 31st ഡിസംബറിനാണ് നോട്ട് ചെയ്യണം. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ ഐറ്റം നമ്മൾ എൻ്റർ ചെയ്യുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ. സെയിൽസ് റവന്യൂ മാത്രമേ ഉള്ളൂ, നോട്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എമൗണ്ട് 1,75,000. അടുത്തത് അതർ ഇൻകം. അതർ ഇൻകം എന്നുള്ള ഹെഡിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. നോട്ട് നമ്പർ 1. അതർ ഇൻകം കൺസിസ്റ്റ് ഓഫ് 2 items. ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് 100 ആൻഡ് ഡിസ്കൗണ്ട് 2,200. സോ ടോട്ടൽ 2,300. അതർ ഇൻകത്തിൻ്റെ ടോട്ടൽ 2,300. ഓക്കെ, എൻ്റർ ചെയ്തല്ലോ. അതർ ഇൻകം 2,300. ദെൻ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ ഇൻകം. ഇറ്റ് ഈക്വൽസ് 1,77,300 ടോട്ടൽ ഇൻകം. ഓക്കെ, ഇനി അടുത്തത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിൽ പർച്ചേസസ് നോട്ട് നമ്പർ 2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പർച്ചേസിൻ്റെ വാല്യൂ 60,900 ആണ്. പർച്ചേസ് റിട്ടേൺ ഉണ്ട് 100, അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 60,800 കിട്ടും. പിന്നെ ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. ഒരു എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് ആയതുകൊണ്ട് തന്നെ പർച്ചേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. 1,175. ഓക്കെ, ടോട്ടൽ ഓഫ് പർച്ചേസ് 61,975. ഓക്കെ, എൻ്റർ ചെയ്തല്ലോ. പർച്ചേസിൻ്റെ ടോട്ടൽ 61,975. അടുത്തത് ചേഞ്ച് ഇൻ ഇൻവെൻട്രി ആണ്. നോട്ട് നമ്പർ 3. ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000 ക്ലോസിംഗ് സ്റ്റോക്ക് 35,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും കൂടുതലാണ്. സോ ദി ഫിഗർ നമ്മളെങ്ങനെ എടുക്കുക? നെഗറ്റീവ് ഫിഗറാണ്. സോ ഇറ്റ് ഇസ് ടേക്കൺ ഇൻ ബ്രാക്കറ്റ്സ്. ചേഞ്ച് ഇൻ ഇൻവെൻട്രി -5,000. അടുത്ത ഹെഡ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. അതിൽ വേജ് മാത്രമേ വരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. 55,200. നെക്സ്റ്റ് ഫിനാൻസ് കോസ്റ്റ് ആണ്. നോട്ട് നമ്പർ 4. ഇതിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ് ടു 6 months വരെയുള്ള ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. 625. സോ ബാക്കിയുള്ള 6 monthsനുള്ള ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻസ് കോസ്റ്റ് എടുക്കുന്നത്. ടോട്ടൽ 1,250. ഓക്കെ, ഫിനാൻസ് കോസ്റ്റ് എൻ്റർ ചെയ്തല്ലോ. 1,250. നെക്സ്റ്റ് ഹെഡ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. നോട്ട് നമ്പർ 5. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ നമുക്ക് 2 ഐറ്റത്തിൻ്റെയാണ് ഡിപ്രീസിയേഷൻ ഉള്ളത്. ഒന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 9% ആണ് ഡിപ്രീസിയേഷൻ. അതിൻ്റെ വാല്യൂ 25,000 ആണ്. 25,000ൻ്റെ 9% എന്ന് പറയുമ്പോൾ 2,250 വരും. അതുപോലെ തന്നെ ലൂസ് ടൂൾസിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രയൽ ബാലൻസിൽ ലൂസ് ടൂൾസിൻ്റെ വാല്യൂ 6,000 തന്നിട്ടുണ്ട്. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് ലൂസ് ടൂൾസ് റീവാല്യൂഡ് അറ്റ് ₹4,100 എന്ന്. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു. ആ കുറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിപ്രീസിയേഷൻ ആയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്തത്. അപ്പോൾ 6,000 - 4,100 എന്നുള്ളത് എടുക്കുമ്പോൾ എത്ര വരും? 1,900 ആണ് ലൂസ് ടൂൾസിൻ്റെ മുകളിലുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 4,150. സോ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ 4,150. ഇനി അതർ എക്സ്പെൻസസ്, ഇതിലൊന്നും വരാത്ത ഐറ്റംസ് കുറേ ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ അതർ എക്സ്പെൻസസ് എന്നുള്ള ഹെഡിലാണ് കാണിക്കുക. നോട്ട് നമ്പർ 6. ഏതൊക്കെയാണ് അതർ എക്സ്പെൻസസിൽ വരുന്നത്? റെൻ്റ് ആൻഡ് ടാക്സ് 6,000, ഡിസ്കൗണ്ട് 1,500, ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ടും എടുക്കാറുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട്. ഇവിടെ ഓഫീസ് റിലേറ്റഡ് ആണോ ഫാക്ടറി റിലേറ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മളിവിടെ അതർ എക്സ്പെൻസസ് എന്നുള്ള കാറ്റഗറിയിൽ എടുക്കുകയാണ്. 2,570. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് 3,000. ജനറൽ എക്സ്പെൻസസ് 4,400. ബാഡ് ഡെപ്റ്റ് 1,030. Miscellaneous expenses 3,000.
ഇൻഷുറൻസ് 1000, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 20,000 ആണ് ഡെപ്റ്റേഴ്സ്, അതിൻ്റെ 2% 400 വരും. ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സ് ഉണ്ട്, അത് ഓൾറെഡി ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ നമ്മൾ ഡെപ്റ്റേഴ്സിന് ഡിഡക്റ്റ് ചെയ്തു 20,000 നിന്നും 400. ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 19,600 ആണ്. അതിൻ്റെ 2.5 ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 490 വരും. സോ ദ ടോട്ടൽ ഓഫ് അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 23,390 വരും. ഓക്കെ, അതർ എക്സ്പെൻസസിൻ്റെ ടോട്ടൽ കിട്ടിയല്ലോ 23,390. ദെൻ വി ഹാവ് ടു ടോട്ടൽ ദി എക്സ്പെൻസസ്, ദാറ്റ് ഈക്വൽസ് 1,40,965. ഓക്കെ, ഇനി പ്രോഫിറ്റ് ഫോർ ദി ഇയർ, ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് ആണ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. ദാറ്റ് ഈസ് 36,335. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് ടാക്സ് പ്രൊവിഷനൊന്നും പറഞ്ഞിട്ടില്ല, ടാക്സേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. സോ ടാക്സ് ഇല്ല, കിട്ടിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് EPS കാണണം, ഏണിംഗ് പെർ ഷെയർ. ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഏണിംഗ് പെർ ഷെയർ കിട്ടുക. പ്രോഫിറ്റ് 36,335 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 1,000 ആണ്. സോ EPS ഈക്വൽ ടു 36.33 റുപ്പീസ് ആണ് EPS വരിക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. വുഡ്ലക്ക് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. അതിൽ നോൺ കറൻറ്റ് അസറ്റ്സിൽ ഫസ്റ്റ് ഹെഡ് നമുക്കറിയാം പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്, നോട്ട് നമ്പർ 7. ഓക്കെ, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള ഹെഡിൽ 2 ഫിക്സ്ഡ് അസറ്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ബിൽഡിങ്ങിൻ്റെ വാല്യൂ 70,000. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000 ആണ് വാല്യൂ. ഡിപ്രീസിയേഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 9% ഡിപ്രീസിയേഷൻ 2,250. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 22,750 കിട്ടും. സോ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 92,750 വരും. ഓക്കെ, എൻ്റർ ചെയ്തല്ലോ. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 92,750. അടുത്തത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ള ഹെഡാണ്. ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ, ഗുഡ് വില്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എന്ത് ചെയ്തു ഐറ്റം എഴുതി 28,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രി എന്നുള്ള ഹെഡാണ് ആദ്യം എടുക്കുക, ആദ്യം വരിക. ഓക്കെ, ഇൻവെൻട്രി നോട്ട് നമ്പർ 8. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരും 35,000. കൂടെ ലൂസ് ടൂൾസ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ സാധാരണ ഇതിൻ്റെ കൂടെ എടുക്കാറുള്ളതാണ്, ഇൻവെൻട്രിയിൽ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് റീവാല്യൂ ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ 4,100 ആണ്. സോ ടോട്ടൽ എത്രയാണ്? 39,100 ആണ് ഇൻവെൻട്രിയുടെ വാല്യൂ. ഓക്കെ, ഇൻവെൻട്രിയുടെ വാല്യൂ 39,100 വരും. ഇനിയുള്ളത് ഫിനാൻഷ്യൽ അസറ്റ്സ്. അതിൽ ട്രേഡ് റിസീവബിൾസ് നോട്ട് നമ്പർ 9. ട്രേഡ് റിസീവബിൾസിൽ ഏതാണ് സൺട്രി ഡെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ബിൽസ് റിസീവബിൾ ഒന്നുമില്ല. ഡെപ്റ്റേഴ്സിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടെ ഒന്ന് നോക്കാം. ഡെറ്റേഴ്സിൻ്റെ വാല്യൂ 20,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അറ്റ് 2% 400 വരും. അത് ഡിഡക്റ്റ് ചെയ്യുമ്പം ഡെപ്റ്റേഴ്സ് 19,600 ആയി. ഇനി അതിൽ നിന്നും നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ആദ്യത്തെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അടുത്തത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 2.5%. ഈ 19,600ൻ്റെ 2.5% ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 490. ഓക്കെ, സോ ഡെറ്റേഴ്സിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തപ്പം പ്രൊവിഷനൊക്കെ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തപ്പം ഉള്ള ബാലൻസ് 19,110. ഓക്കെ, അപ്പോൾ ട്രേഡ് റിസീവബിൾസിൽ ഡെറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞപ്പോൾ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 19,110. ഇനി അടുത്ത ഹെഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആണ്. ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ 3,000. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് എൻറ്റർ ചെയ്യുന്നു 3,000. ഓക്കെ, ഇനി അസറ്റ്സ് ടോട്ടൽ ചെയ്ത് നോക്കാം. 1,81,960. ഓക്കെ, അസറ്റ്സ് ടോട്ടൽ ചെയ്താൽ പോരല്ലോ, നമുക്ക് ലാബിലിറ്റീസ് കൂടി വരണം അല്ലേ, ഇത് ടാലി ആവണം. ഓക്കെ, ഇനി ലാബിലിറ്റീസ് നോക്കാം. അപ്പം
അടുത്തത് അസറ്റ്സിൻ്റെ താഴെയായിട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ് വരും അല്ലേ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യത്തെ ഹെഡ് ഇക്വിറ്റി. ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ ആദ്യമേ കാണിക്കുന്നത്. നോട്ട് നമ്പർ 10. ഓക്കെ, നോട്ട് നമ്പർ 10 ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർസ് 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ചാണ്. അത് കോൾഡ് അപ്പും പെയ്ഡ് അപ്പും എല്ലാം ഒന്ന് തന്നെയാണ്. അരിയേഴ്സ് ഒന്നുമില്ല, ഡിഡക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ 1000 × 100, ടോട്ടൽ എമൗണ്ട് 1 lakh. ദാറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എൻ്റർ ചെയ്തില്ല 1 lakh. ഇനിയുള്ളത് അതർ ഇക്വിറ്റി എന്നുള്ള ഹെഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. നോട്ട് നമ്പർ 11. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റിസർവ് ഒന്നുമില്ല. ഓൾറെഡി പഴയ റിസർവ് ഒന്നും ട്രയൽ ബാലൻസിലില്ല. കറണ്ട് ഇയറിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ഒന്നും പറയുന്നില്ല. സോ റിസർവിലൊന്നുമില്ല. പിന്നെ ഉള്ളത് സർപ്ലസ് ആണ്. സർപ്ലസിൽ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ കറണ്ട് ഇയർ പ്രോഫിറ്റ് മാത്രമാണ്, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കറണ്ട് ഇയർ പ്രോഫിറ്റ് ഫോർ ദി ഇയർ മാത്രമാണ് നമുക്ക് സർപ്ലസ് ആയിട്ടുള്ളൂ. 36,335. ഓക്കെ, അതിൽ നിന്നും പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. 10% ഓൺ ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഡിവിഡൻഡ്. അപ്പോൾ 1 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. അത് നമ്മൾ സർപ്ലസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിച്ചു. ദാറ്റ് ഈസ് 26,335. ഓക്കെ, അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 26,335. അപ്പോൾ ഇക്വിറ്റി അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആണ് ആദ്യത്തത്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ഒരു ഐറ്റം ഉണ്ട്, ലോങ് ടൈം ബോറോയിങ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം. അതായത് ട്രയൽ ബാലൻസിൽ 5% ഡിബഞ്ചേഴ്സ്, കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതൊരു ലോങ് ടൈം ബോറോയിങ് ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിന് അണ്ടറിൽ വരുന്ന ഒരു ഐറ്റമാണ്. 25,000. നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് നോക്കാം. കറണ്ട് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്നുള്ള ഹെഡാണ് ആദ്യം. അതിൽ ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അതുകൂടെ വരും. ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡയറക്റ്റ് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യാണ് 8,000. അടുത്തത് അതർ കറണ്ട് ലയബിലിറ്റീസ്, നോട്ട് നമ്പർ 12. അതർ കറണ്ട് ലയബിലിറ്റീസിൽ നമുക്കൊരു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. 6 months ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6 months ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതൊരു അതർ കറണ്ട് ലയബിലിറ്റി ആണ്, 625. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് 12,000. സോ ടോട്ടൽ ഓഫ് അതർ കറണ്ട് ലയബിലിറ്റീസ് 12,625. ഓക്കെ, ടോട്ടൽ ഓഫ് അതർ കറണ്ട് ലയബിലിറ്റീസ് 12,625. ഇനി അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം പ്രൊവിഷൻ ആണ്. അത് ഏതായിട്ടാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഡിവിഡൻറ്റ് പ്രപ്പോസ് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് പീരീഡിന് മുമ്പാണ്. നമ്മൾ ഓൾറെഡി സർപ്ലസിൽ നിന്ന് ആ എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഈസ് ടു ബി പേയബിൾ വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഷോർട്ട് ടൈം പ്രൊവിഷനായിട്ടാണ് നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ക്വസ്റ്റ്യനിൽ കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ എൻ്റെ നോട്ട്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് CDT ഈസ് ഇഗ്നോർഡ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് എടുക്കാത്തത്. കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സർപ്ലസിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഈ ഷോർട്ട് ടൈം പ്രൊവിഷൻ എന്നുള്ള ഹെഡിലും നമുക്ക് ആ ഒരു CDT വരും. ഓക്കെ, അപ്പോൾ അതില്ല, നമ്മൾ ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങളത് നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിന് താഴെയായിട്ട് CDT ഈസ് ഇഗ്നോർഡ് എന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഷോർട്ട് ടൈം പ്രൊവിഷനിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് 10,000 കൊടുക്കാനുള്ളതായതുകൊണ്ടാണ് ഇന്ന് കൊടുത്തിട്ടില്ല. ഡിവിഡൻറ്റ് പെയ്ഡ് എന്നല്ലല്ലോ പറയുന്നത്, പ്രപ്പോസ്ഡ് എന്നല്ല പറയുന്നത്. അതുകൊണ്ടാണിത് പ്രൊവിഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടൈം പ്രൊവിഷനും എൻ്റർ ചെയ്തു 10,000. ഇത്രയാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്നത്. ടോട്ടൽ ചെയ്ത് നോക്കൂ. ടോട്ടൽ ഓഫ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അത് അസറ്റ്സിനോട് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക. 1,81,960 കിട്ടുന്നുണ്ടോ എന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ.